guys, welcome back to my channel. Today I am going to do a smoothie. I am going to do a smoothie. Today I am going to do a flaxseed smoothie. This smoothie healthy breakfast smoothie. I am going to do this channel. Ramya Harishankar. Subscribe cheyyanam, aduthoru bell icon undu adile all ennullathu click cheyanam ennale njan pudhiya video load cheyyunna samayathu ningalku ende notification varullu. appo namukku innathe video lotte povam. Smoothie ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ingredients ഒക്കെ കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് instant oats. Instant oats ന്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡ് ഞാൻ ഇവിടെ 1 ടേബിൾസ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കേ, ഫ്ലാക്സീഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ ഓൾറെഡി ഒരു 4 വർഷം മുമ്പേ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒന്നിന്റെ പകുതി മതിയാവും. അതേമാതിരി ഒരു ആപ്പിളിന്റെ പകുതിയും എടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ സാധാരണ സ്മൂത്തിയിൽ എപ്പോഴും പാലാണ് ചേർക്കുന്നത്. ഇന്ന് നമ്മൾ കേർഡാണ് ചേർക്കുന്നത്, തൈരാണ്. അപ്പോൾ 1 കപ്പ് തൈര് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൽ ഞാൻ മധുരം ഒന്നും ചേർക്കുന്നില്ല. നേന്ത്രപ്പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയും ഒരു സ്വീറ്റ്നെസ്സിൽ നിന്നാണ് നമ്മൾ ഈ സ്മൂത്തി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തുടങ്ങാം. അപ്പം ആദ്യം തന്നെ ഫ്രൂട്ട്സ് നമുക്ക് ഇടാം. ആപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്, നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. 2-3 നേന്ത്രപ്പഴം താഴെ പോയി, അതൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിടുക. പിന്നെ ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആദ്യം ഇതൊന്ന് ഞാൻ ചോപ്പ് ചെയ്യില്ല, ഒന്ന് അരയ്ക്കട്ടെ. അരച്ച ശേഷം നമുക്ക് ഓട്സും തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. ആ ഒരു പഴവും ആപ്പിളും ഒന്ന് ബ്ലെൻഡായിട്ട് വരട്ടെ. അതിന് ശേഷം കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കശക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓട്സും എൻ്റെ ലിക്വിഡും ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് തൈര് 1 കപ്പ് അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് അരയുന്നവരെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ സ്മൂത്തി നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡിയായി. ഫ്ലാക്സീഡ് സ്മൂത്തിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.